ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി ആര്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? രാജീവ് ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 100ാമത് വാർഷിക സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? രാജീവ് ഗാന്ധി. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. 10 തത്വങ്ങൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തർപ്രദേശ്. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തർപ്രദേശ്. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വച്ചാണ്? ആഗാഖാൻ കൊട്ടാരം. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വച്ചാണ്? ആഗാഖാൻ കൊട്ടാരം. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ കൈക്കൊണ്ടത്? സോവിയറ്റ് യൂണിയൻ. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ കൈക്കൊണ്ടത്? സോവിയറ്റ് യൂണിയൻ. ഏതു സംസ്ഥാനത്താണ് ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. ഏതു സംസ്ഥാനത്താണ് ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. കാലാവധി പൂർത്തിയാക്കാത്ത ആദ്യ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ആദ്യ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ISROയുടെ എത്രാമത് ചെയർമാനാണ് കെ ശിവൻ? 10. ISROയുടെ എത്രാമത് ചെയർമാനാണ് കെ ശിവൻ? 10. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എന്ന്? 1974 മെയ് 18. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് എന്ന്? 1974 മെയ് 18. ഇന്ത്യൻ ഭരണഘടനയുടെ പേജുകൾ രൂപകൽപ്പന ചെയ്തത് ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ പേജുകൾ രൂപകൽപ്പന ചെയ്തത് ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? 1955. ഫെഡറൽ സംവിധാനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണ്? കാനഡ. ഫെഡറൽ സംവിധാനം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്തു നിന്നാണ്? കാനഡ. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏവ? ആർട്ടിക്കിൾ 14, 19, 21. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങളേവ? ആർട്ടിക്കിൾ 14, 19, 21. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 40. പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 40. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്?
സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സത്ലജ്. ഏതു ദ്വീപിൻ്റെ പുതിയ പേരാണ് അബ്ദുൽ കലാം ദ്വീപ്? വീലർ ദ്വീപ്. ഏതു ദ്വീപിൻ്റെ പുതിയ പേരാണ് അബ്ദുൽ കലാം ദ്വീപ്? വീലർ ദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. പൂക്കളുടെ തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തടാകം ഏത്? ദാൽ തടാകം. പൂക്കളുടെ തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ തടാകം ഏത്? ദാൽ തടാകം. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ടീസ്റ്റ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം? ജപ്പാൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യമേത്? ജപ്പാൻ. അരുന്ധതി റോയിയുടെ ദി ഗോഡ്സ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏത്? മീനച്ചിലാർ. അരുന്ധതി റോയിയുടെ ദ ഗോഡ്സ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏത്? മീനച്ചിലാർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം? ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം? ആറളം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കുത്തുങ്കൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കുത്തുങ്കൽ. സിഡ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. സിഡ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം? 1990. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം? 1990. ജ്യോതി എന്നത് എന്തിൻ്റെ ഇനമാണ്? നെല്ല്. ജ്യോതി എന്നത് എന്തിൻ്റെ ഇനമാണ്? നെല്ല്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമമേത്? കേരള പഞ്ചായത്ത് രാജ് ആക്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമമേത്? കേരള പഞ്ചായത്ത് രാജ് ആക്ട്. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ മുഖപത്രം ഏത്? ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ മുഖപത്രം ഏത്? ആദിയാർ ദീപം. വക്കം മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം? 1918. വക്കം മൗലവി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വർഷം? 1918. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന്? 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതെന്ന്? 1896 സെപ്റ്റംബർ 3. പഴശ്ശി ഗുഹ ഏതു ജില്ലയിലാണ്?
മലപ്പുറം. പഴശ്ശി ഗുഹ ഏതു ജില്ലയിലാണ്? മലപ്പുറം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടം. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? പി കെ നാരായണപിള്ള. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാര്? പി കെ നാരായണപിള്ള. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏത്? രാമസേതു. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏത്? രാമസേതു. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം? ഗുരുവായൂർ. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന കേരളത്തിലെ ക്ഷേത്രം? ഗുരുവായൂർ. 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയതാര്? പ്രഭാവർമ്മ. 2020 മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയതാര്? പ്രഭാവർമ്മ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലം? പറവൂർ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലം? പറവൂർ. 15ാം കേരള മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയാര്? കെ കൃഷ്ണൻകുട്ടി. 15ാം കേരള മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയാര്? കെ കൃഷ്ണൻകുട്ടി. രാജ്യത്തെ മികച്ച മാതൃകാ പൊതുജനാരോഗ്യ പദ്ധതിയായി തെരഞ്ഞെടുത്ത സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതി? അക്ഷയ കേരളം. രാജ്യത്തെ മികച്ച മാതൃകാ പൊതുജനാരോഗ്യ പദ്ധതിയായി തെരഞ്ഞെടുത്ത സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ക്ഷയരോഗ നിവാരണ പദ്ധതി? അക്ഷയ കേരളം. പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാര്? ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം, പ്രകൃതിവാതകം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാര്? ഹർദീപ് സിംഗ് പുരി. നിലവിലെ ഗോവ മുഖ്യമന്ത്രിയാര്? പ്രമോദ് സാവന്ത്. നിലവിലെ ഗോവ മുഖ്യമന്ത്രിയാര്? പ്രമോദ് സാവന്ത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? പി കെ മിശ്ര. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? പി കെ മിശ്ര. സെബിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആര്? അജയ് ത്യാഗി. സെബിയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നതാര്? അജയ് ത്യാഗി. BCCIയുടെ പുതിയ CEO ആര്? ഹെമാങ്ക് അമീൻ. BCCIയുടെ പുതിയ CEO ആര്? ഹെമാങ്ക് അമീൻ.
സിംഗപ്പൂർ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായ ഇന്ത്യൻ വംശജൻ. പ്രീതം സിംഗ്. സിംഗപ്പൂർ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായ ഇന്ത്യൻ വംശജൻ. പ്രീതം സിംഗ്. ഇന്ത്യയിലാദ്യമായി കുട്ടികൾക്കായി ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന സ്ഥലം. കൊൽക്കത്ത. ഇന്ത്യയിലാദ്യമായി കുട്ടികൾക്കായി ബോട്ട് ലൈബ്രറി നിലവിൽ വന്ന സ്ഥലം. കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? കൊയിലാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? കൊയിലാണ്ടി. 2021 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച ശ്രീശക്തി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹം. ശ്രീശക്തി സാറ്റ്. 2021 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച ശ്രീശക്തി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച ഉപഗ്രഹം. ശ്രീശക്തി സാറ്റ്. ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം. ആദിത്യ L1. ISRO വിക്ഷേപിക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം. ആദിത്യ L1. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. പുതുച്ചേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. പുതുച്ചേരി. 16ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയായത്. ന്യൂഡൽഹി. 16ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയായത്. ന്യൂഡൽഹി. 2020 പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിലെ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം. ഫിൻലൻഡ്. 2020 പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നീ മേഖലകളിലെ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം. ഫിൻലൻഡ്. 2020 ജൂലൈ 30 ഏതു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ കെട്ടിടമാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. 2020 ജൂലൈ 30 ഏതു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ കെട്ടിടമാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. മത്സ്യബന്ധന മേഖലയുടെ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ 2020 ആവിഷ്കരിച്ച പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന. മത്സ്യബന്ധന മേഖലയുടെ പുരോഗതിക്കായി കേന്ദ്ര സർക്കാർ 2020 ആവിഷ്കരിച്ച പദ്ധതി. പ്രധാനമന്ത്രി മത്സ്യ സമ്പാദ യോജന. 2019 ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹ കുറ്റം രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. കർണാടക. 2019 ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹ കുറ്റം രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. കർണാടക. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം. സെറിബെല്ലം. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമേത്? ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമേത്? ജീവകം സി. ഡോഡോ പക്ഷി ഏതു രാജ്യത്തു നിന്നു വംശനാശം സംഭവിച്ച ജീവിയാണ്? മൗറീഷ്യസ്. ഡോഡോ പക്ഷി ഏതു രാജ്യത്തു നിന്നും വംശനാശം സംഭവിച്ച ജീവിയാണ്? മൗറീഷ്യസ്.
പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? മാംഗോസ്റ്റീൻ. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? മാംഗോസ്റ്റീൻ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാമ്പാടും പാറ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാമ്പാടും പാറ. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതെന്ന്? 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നതെന്ന്? 1948 ഏപ്രിൽ 7. ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്നത്? ഹീമോഫീലിയ. ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്നത്? ഹീമോഫീലിയ. അസിഡോ തെയ്മിഡിൻ എന്ന മരുന്ന് ഏത് രോഗത്തിനാണ് നൽകുന്നത്? എയ്ഡ്സ്. അസിഡോ തെയ്മിഡിൻ എന്ന മരുന്ന് ഏത് രോഗത്തിനാണ് നൽകുന്നത്? എയ്ഡ്സ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ നൽകുന്ന ധനസഹായം എത്ര? 600 രൂപ. ആശ്വാസകിരണം പദ്ധതിയിലൂടെ നൽകുന്ന ധനസഹായം എത്ര? 600 രൂപ. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി? സ്നേഹസ്വാന്തനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി? സ്നേഹസാന്ത്വനം. ആരോഗ്യ ജാഗ്രത പദ്ധതി ആവിഷ്കരിച്ചതെന്ന്? 2018 ജനുവരി 1. ആരോഗ്യ ജാഗ്രതാ പദ്ധതി ആവിഷ്കരിച്ചതെന്ന്? 2018 ജനുവരി 1. കേരള സർക്കാരിൻ്റെ ഡയൽ എ ഡോക്ടർ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ എത്ര? 1056. കേരള സർക്കാരിൻ്റെ ഡയൽ എ ഡോക്ടർ പദ്ധതിയുടെ ടോൾ ഫ്രീ നമ്പർ എത്ര? 1056. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചതെവിടെ? കർണാടക. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചതെവിടെ? കർണാടക. കേരള സർക്കാരിൻ്റെ ഗ്രാൻഡ് കെയർ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ. കേരള സർക്കാരിൻ്റെ ഗ്രാൻഡ് കെയർ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സൗജന്യ ഇൻഷുറൻസ് പദ്ധതി? ആവാസ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സൗജന്യ ഇൻഷുറൻസ് പദ്ധതി? ആവാസ്. ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹം? ഭൂമി. ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹം? ഭൂമി. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? സിലിണ്ടറിക്കൽ ലെൻസ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? സിലിണ്ടറിക്കൽ ലെൻസ്. സൂര്യനിൽ നിന്നു പ്രകാശത്തിന് ഭൂമിയിലെത്താൻ വേണ്ട സമയം? 500 സെക്കൻഡ്. സൂര്യനിൽ നിന്നു പ്രകാശത്തിന് ഭൂമിയിലെത്താൻ വേണ്ട സമയം? 500 സെക്കൻഡ്. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക? ആറ്റം. ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക? ആറ്റം. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില? 4 ഡിഗ്രി സെൽഷ്യസ്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.